രാവിലെ നമുക്ക് ദോശയാണ് കേട്ടോ. മാവെല്ലാം നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട്. ഇതിപ്പോൾ ഇഡ്ഡലി പരുവത്തിലാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. എണ്ണ തുണി വെച്ച് ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ പെട്ടെന്ന് ഇളകി വരും, ചില സമയങ്ങളിൽ ഒരു മുട്ട കൊടുത്താൽ ഇളകി വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്ന് തുടച്ചു കൊടുത്തിട്ടാണ് ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ദോശ ചുടുന്ന കാണുമ്പോൾ നബീൽ പറയും ഒന്ന് പരത്തണയമ്മ എന്ന് പറയും. അതായത് അവൻ നൈസായ ദോശയാണ് ഇഷ്ടം. പക്ഷേ എനിക്കതല്ല കേട്ടോ. എനിക്ക് ശകലം കട്ടി നമ്മൾ സാധാ ദോശയില്ലേ, അതാണ് എനിക്കിഷ്ടം. ദോശയിലൂടെ തേങ്ങാ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ കറി കണ്ടപ്പോൾ അവർക്ക് ചട്നി മാത്രം പോരാ, മുട്ട ഫ്രൈയും കൂടെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ മുട്ട ഫ്രൈയും കൂടെ റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയായി. ഇനി നമുക്ക് മുട്ട ഫ്രൈയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ദോശയുടെ കൂടെ മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ടോ? ആരും കമൻ്റൊന്നും ഇടാറില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇതിനിടയിൽ തണുത്ത പായസം വേണമെന്ന് പറഞ്ഞ ഒരാളത് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിലിരുന്ന് തണുത്ത പായസം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബാസിമിന്. കുറച്ച് മരച്ചീനി കമ്പ് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ രൂപത്തിലാണ് നടുന്നത് കേട്ടോ. ഇത് സാധാ രീതിയിലാണെങ്കിൽ 3 എണ്ണമൊക്കെ ആക്കി നടാൻ പറ്റും. പക്ഷേ എന്നെ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ ആൾക്കാർ. പക്ഷേ നല്ല വിളവ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഒരു കമ്പിൽ നിന്ന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത വിധം വലുപ്പത്തിൽ നീളത്തിലുള്ള കിഴങ്ങ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാൻ മറക്കരുതേ. അതിനുശേഷം ഒത്തിരി പ്രാവശ്യം നട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ കിഴങ്ങ് എനിക്ക് കിട്ടിയിട്ടില്ല. വേസ്റ്റ് വെള്ളമൊക്കെ വീഴുന്ന തെങ്ങിൻ്റെ മൂട്ടാണ് കേട്ടോ ഈ 2 കമ്പ് നട്ടിട്ടുള്ളത്. ഇതൊരു ചെറിയ കവറിലിരുന്നപ്പോഴാണ് കേട്ടോ ഈ മുളക് പിടിച്ചതാണ് ചെറുതായി പോയത്. ഈ മുളക് കണ്ടതിന് ശേഷം ഞാനത് ഗ്രോ ബാഗിലാക്കിയിട്ടുണ്ട്. പുറത്തെ പണി കഴിഞ്ഞ് നമ്മൾ വീണ്ടും അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്നലെ പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറ് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ചൂടാക്കി നമുക്ക് ചിക്കൻ കറി കൂടെ റെഡിയാക്കി എടുക്കാമെന്ന്. ഫ്രൈ ചെയ്താണ് കേട്ടോ ഞാൻ ചിക്കൻ റെഡിയാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മസാല എല്ലാം നന്നായി റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്യാനുള്ള ചിക്കനിലേക്ക് ഞാൻ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ചോറ് കൂടി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മുടെ ചിക്കനും റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറി അങ്ങ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഇരുമ്പ് ചട്ടിയിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അതിൽ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുതേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.